പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തില് ഒഴിവുണ്ടായിരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം? പൊതുവെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തികച്ചും രാഷ്ട്രീയമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോ LDF 2 സീറ്റ് അല്ലെ? LDF 2, UDF 1. ഇതിൽ UDF സീറ്റ് മുസ്ലിം ലീഗാണ്. LDF സീറ്റ് ഒന്ന് കെ മാണിയുടെ മകൻ ജോസ് കെ മാണി. അപ്പോ മറ്റൊരാൾ വന്നിരിക്കുന്നത് ആരാണ്? CPI ശ്രീ PP സുനിൽ. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് ലോക്സഭയിൽ കൊടുത്ത എല്ലാ സീറ്റും തോറ്റു. അനിൽ രാജാമ സിംഗ് തോറ്റു, സുനിൽകുമാർ തോറ്റു, പതിൻ രവീന്ദ്രൻ തോറ്റു, അതുപോലെ തന്നെ മാവേലിക്കര സ്ഥാനാർത്ഥി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു രാഷ്ട്രീയ പ്രാതിനിധ്യം രാജ്യസഭയിൽ ഇല്ലാതാവുകയാണ്. അപ്പോൾ പരിണിതപ്രജരായിട്ടുള്ള CPIയുടെ മുതിർന്ന നേതാക്കന്മാർക്ക് രാജ്യസഭയിലേക്ക് പോലും പോകാൻ കഴിയാതെ വന്നത് ഒരു മഹാമനസ്കത കൊണ്ടാണ് എന്ന് മലയാളി വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രീണന രാഷ്ട്രീയമാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതാണ് ശരിയായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം. അതായത് ഇടതുപക്ഷം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അവർ കാണുന്നത് മുസ്ലിങ്ങളെ എൻ ബ്ലോക്ക് വോട്ട് ബാങ്കാക്കി മാറ്റുക. പിന്നെ ഇടതുപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയാൻ ഈഴവരാതി പിന്നോക്കക്കാരുടെ ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. ഇത് രണ്ടും ചേരുമ്പോൾ ഭരണം തുടരാം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യുക. ഇപ്പൊ ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ BJPക്ക് പോയി എന്നും അങ്ങനെ സുരേഷ് ഗോപി അടക്കമുള്ളവർ ജയിച്ചുവെന്നും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ BJPക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം വടക്കൻ കേരളത്തിൽ സ്വാധീനത്തിലുണ്ടാവാം. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ക്രിസ്ത്യൻ പ്രീണനവും മുസ്ലിം പ്രീണനവും നടത്തിയാൽ മാത്രമേ കേരളത്തിൽ രാഷ്ട്രീയം മുന്നോട്ട് പോകൂ എന്നൊരു മെസ്സേജ് പറയാതെ പറയുന്ന ഒരു സെലക്ഷനാണിതെന്നാണ് എന്റെ അഭിപ്രായം. CPM രാഷ്ട്രീയമായി രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തോറ്റു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയല്ലേ കരുതേണ്ട. അപ്പോ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി മരിക്കാനും കൊല്ലാനും ഒക്കെ മുദ്രാവാക്യം വിളിക്കാനും മോശം ഒട്ടിക്കാനും ഒക്കെ നടക്കുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം ജനതയാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ മണ്ടന്മാരായി, അതല്ലേ അവരെ മണ്ടന്മാരാക്കി എന്നുള്ളതല്ലേ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കൊണ്ടും അതുപോലെ രാജ്യസഭ MP സ്ഥാനം കൊണ്ടും നമ്മൾ മനസ്സിലാക്കി.